ബൈക്കുകളിലെ ബൊലേറോ ഏതാണെന്നറിയാമോ? ഇറങ്ങി ഇത്രയും വർഷമായിട്ടും ഇതിൻ്റെ ഫാൻ ബേസ് ഒന്നുകൊണ്ട് മാത്രം ഇപ്പോഴും ഡിസ്കണ്ടിന്യൂ ചെയ്യാത്തൊരു വണ്ടിയാണ്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ആ വണ്ടിയിലാണ്. ഏത് കാട്ടിലും കുഴിയിൽ കൊണ്ടുപോകാൻ പറ്റും. അത്യാവശ്യം ഡീസൻ്റുള്ള മൈലേജ്, നല്ല കംഫർട്ട്, കുറച്ച് റഫ് ആൻഡ് ടഫ് ക്യാരക്ടർ, മെയിൻ്റനൻസ് കാരണം നിങ്ങളെ പോക്കറ്റ് കീറത്തില്ല. ഇനി എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് പണി കിട്ടിയാലും എവിടെ കൊണ്ടുപോയി വണ്ടി പണിയാനും പറ്റും. ഈ വണ്ടിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഫാൻ ബേസ് എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു. കാരണം ഇതിനു മുമ്പ് എനിക്ക് ഇതിന് നല്ല പെർഫോമൻസ് ഉള്ള ബൈക്സ് ഉണ്ടായിരുന്നു. പെർഫോമൻസ് മാത്രമല്ല ഈ വണ്ടിയുടെ കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയാണ് 220. പൾസർ ഏത് വർഷം ലോഞ്ച് ചെയ്തതെന്ന് നമുക്കറിയാം. അന്ന് മുതൽ ഇന്ന് വരെ ഈ വണ്ടിക്ക് വിസിബിൾ ആയിട്ട് ഉള്ള ചേഞ്ചസ് വളരെ കുറവ്. അതായത് സെയിം ഡിസൈനാണ് പോകുന്നത്. കുറച്ച് LED ട്രീറ്റ്മെന്റ് പുതിയ മോഡൽസ് വന്നിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. സ്റ്റിക്കർ വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ രൂപം ഏകദേശം ഇതുപോലെ തന്നെയാണ്. പണ്ടത്തെ കാലത്ത് ഒരു പടക്കുതിരയായിരുന്നു ഇവൻ. കാര്യം അന്നത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പൾസർ ആയിരുന്നു ഇത്, ഡോമിനർ ഇറങ്ങുന്നതിന് മുമ്പ് വരെ. പക്ഷേ എൻ്റെ വ്യൂവിൽ എനിക്കിത് സാധാരണ ഒരു ബൈക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതിന്റെ ഇത്രയും ഫാൻ ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കൂടുതലും പൾസറിൽ ഏറ്റവും ഇഷ്ടം RS 200 ആയിരുന്നു. പക്ഷേ ഈ വണ്ടി ഞാൻ ഇപ്പോൾ കുറച്ച് മാസമേ അവൾ ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ വണ്ടിക്ക് ഫാൻ ബേസ് ഉണ്ടാവാൻ കാരണം ഇതിന്റെ പവറോ കാര്യങ്ങളൊന്നും അല്ല. ഈ വണ്ടി ഒരു ഓൾറൗണ്ടർ ബൈക്കാണ്. കാര്യം പിള്ളേർ മാത്രമല്ല, ഒരു ഇതുള്ള എല്ലാ ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും. അതാണ് 220 പ്രത്യേകത. പവർ വേണമെന്നുള്ളവർക്ക് അത് അടിക്കാം, ടൂർ ചെയ്യണമെന്നുള്ളവർക്ക് എടുക്കാം, മൈലേജ് വേണമെന്നുള്ളവർക്ക് എടുക്കാം, പിന്നെ മോഡിഫൈ ചെയ്യാനും അടിപൊളി വണ്ടിയാണ്. അങ്ങനെ ഒരുപാട് കേപ്പബിലിറ്റി ഉള്ള വണ്ടിയാണ്. നല്ല ഡ്യൂറബിളും ആണ് ഈ വണ്ടി എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ജാപ്പനീസ് ബൈക്കിന് അത്രയും ക്വാളിറ്റി പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇത് ചെറിയ കംപ്ലയിൻസ് വന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അതിൻ്റെ പകുതി എമൗണ്ട് ആവുള്ളൂ. എളുപ്പം നമുക്കത് കംപ്ലയിൻസ് റെക്ടിഫൈ ചെയ്യാനും പറ്റും, എവിടെയും പണിയാൻ പറ്റും. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ പുതിയ മോഡൽ പൾസർ ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് അവിടെ കൊടുക്കാം. പക്ഷേ ഈ ഒരു പ്രൈസിൽ ഇതിന് വലിയ ചേഞ്ചസ് വന്നിട്ടില്ല. ഇപ്പോൾ ഉള്ള കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഫീച്ചേഴ്സ് കുറച്ച് കുറവായിരിക്കും. പക്ഷേ ആ ഒരു പ്രൈസിന് ആ വണ്ടി വർത്താണോ എന്നുള്ള കാര്യം ഞാൻ വേറെ വീഡിയോ ചെയ്യാം. പുതിയ അതിൻ്റെ റിവ്യൂ ആയിട്ട് വേണമെന്നുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി.